സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് അനുഗ്രഹമായി കടന്നു വന്ന അല്ലാഹുവിന്റെ റസൂൽ ആ മുത്തായ നബി തങ്ങളുടെ ഉമ്മത്തുകളായി പിറക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ധർമ്മങ്ങൾ എന്തെന്ന് ഓരോന്നായി പല സന്ദർഭങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബായ നബി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നാം പറഞ്ഞു വന്നതിന്റെ ബാക്കിയായിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, ഈ ലോകത്ത് ശുദ്ധ പ്രകൃതിയിൽ വീണ ഓരോ മനുഷ്യത്വങ്ങളും അള്ളാഹുവിന്റെ ഈ ലോകത്ത് നിന്ന് അവന്റെ അവധി തീർന്ന് റബ്ബിന്റെ സവിധത്തിലേക്ക് തിരിച്ചു പോകുമ്പോ എങ്ങനെയാണ് ഉമ്മപ്പെട്ട പിഞ്ചു കുഞ്ഞ് എങ്ങനെ ശുദ്ധ പ്രകൃതിയിൽ ഈ ലോകത്ത് പിറന്നു വീഴുന്നത്, അതുപോലെ ഈ ലോകത്ത് നിന്ന് അവൻ തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധ പ്രകൃതിയിൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ഈ ലോകത്ത് വീഴുന്നത്. കളങ്കമില്ലാതെ, കള്ളമില്ലാതെ, ചതിയില്ലാതെ, പകയില്ലാതെ, പ്രതികാരമില്ലാതെ ശുദ്ധ പ്രകൃതിയുടെ ഉടമകളായിട്ടാണ്. മുസ്ലിമിന്റെ മകനാകട്ടെ, അമുസ്ലിമിന്റെ മകനാകട്ടെ, ദൈവമില്ലെന്ന് പറയുന്നവന്റെ മകനാകട്ടെ, ഈ ലോകത്ത് അക്രമം കാണിക്കുന്നവന്റെ മകനാകട്ടെ, കുഴപ്പം കാണിക്കുന്നവന്റെ മകനാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഫിത്നകൾ ഉണ്ടാക്കുന്ന, ഫസാദുകൾ ഉണ്ടാക്കുന്നവരുടെ മകനാകട്ടെ, ആര് തന്നെയാണെങ്കിലും ഈ ലോകത്ത് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് ലോകത്തിന്റെ ഗുരുവര്യർ, ലോകത്തിന്റെ ഗുരുബോധർ, മദീനയുടെ രാജകുമാരൻ, മക്കയുടെ മന്ദമാരുവൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, അങ്ങനെ പിറന്നു വീഴുന്ന അതേ ശുദ്ധ പ്രകൃതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോകാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? ഒരാൾ എങ്ങനെ മരണപ്പെടുന്നുവോ അങ്ങനെയായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം. നാം ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച്, ഒരു മോമിനിന്റെ വിശ്വാസം അനുസരിച്ച് അവന്റെ മരണം ഈ ലോക ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ശാശ്വതമായ വരാൻ പോകുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കേണ്ട സുന്ദരമായ സ്വർഗീയ ജീവിതത്തിന്റെ ആരംഭമാണ് അവന്റെ മരണമെന്ന് ലോകത്തിന്റെ ഗുരുവര്യർ, ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും മരിക്കേണ്ടവരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിച്ച്, തഖ്വയിൽ ജീവിച്ച്, മാതാപിതാക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച്, നാട്ടിൽ കുഴപ്പമില്ലാതെ, കുഴപ്പമുണ്ടാക്കാതെ ജീവിച്ച് നല്ല രീതിയിൽ മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരന്റെ മരണസമയത്ത് അല്ലാഹു തആല മലക്കുൽ മൗത്തിനെ സ്വർഗത്തിന്റെ ഫോട്ടോകളുമായി, സ്വർഗത്തിന്റെ സുന്ദര കാഴ്ചകളുമായി അയച്ചുകൊണ്ട് പറയും, ഇതാ നീ കിടക്കാൻ പോകുന്ന സുന്ദരമായ ഭവനമാണിത്, നീ വിശ്രമിക്കാൻ പോകുന്ന സുന്ദരമായ സ്വർഗത്തിന്റെ അരുവികളാണ്, നിനക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്ത സുന്ദരമായ നിങ്ങളുടെ സുന്ദരമായ ഫോട്ടോകളാണ്. അതുകൊണ്ട് സമാധാനത്തോടെ, ശാന്തിയോടെ ഈ ലോകത്ത് നിന്ന് നീ ഇവിടെ പറയൂ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ സവിധത്തിലേക്ക്, റബ്ബിന്റെ സന്നിധിയിലേക്ക് സമാധാനത്തോടെ, ശാന്തിയോടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്ത് അവനെ സമീപിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതേപോലെ തന്നെ അക്രമങ്ങൾ ചെയ്തുകൊണ്ട് മാതാവിനെ വേദനിപ്പിച്ച്, വാപ്പയെ വേദനിപ്പിച്ച്, ഭാര്യയെ വിഷമിപ്പിച്ച്, ഭർത്താവിനെ വിഷമിപ്പിച്ച്, മക്കളെ കലഹിപ്പിച്ച്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, നമസ്കാരമില്ലാതെ വൃത്തികെട്ട പ്രവർത്തനങ്ങളുമായി, ദുസ്വഭാവങ്ങളുമായി ജീവിക്കുന്ന സഹോദരന്റെ മരണസമയം അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് നരകത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുമത്രേ, സഹോദരാ, നീ റബ്ബിന്റെ വാക്കുകൾ അനുസരിക്കാത്തതിന്റെ പേരിൽ നീ കിടക്കാൻ പോകുന്ന, നീ താമസിക്കാൻ പോകുന്ന ഭവനമാണ്, കത്തിക്കാളുന്ന നരകമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ നിനക്ക് എന്താണുള്ളത്, നീ നിനക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് ആ നരകത്തിന്റെ ഫോട്ടോ കണ്ട് ആ മനുഷ്യന്റെ അടുക്കൽ വന്ന് മലക്കുൽ മൗത്ത് കാണിക്കുമ്പോ അവിടെ നിന്ന് സക്കറാത്തിന്റെ വേളയിൽ ആ നിലവിളിച്ചു
കൊണ്ട് എന്റെ ഒരു നിമിഷം കൂടി പിന്തിപ്പിക്കണയല്ല, എന്റെ ഒരു നിമിഷം കൂടി പിന്തിപ്പിക്കണയല്ല. അങ്ങനെ നീ എന്നെ പിന്തിപ്പിച്ചാൽ നിനക്ക് വേണ്ടിയല്ല നീ പറയുന്ന സർവ്വ കൽപ്പനകളും ഞാൻ കേട്ടുകൊള്ളാമല്ല, നീ പറയുന്ന സർവ്വ കാര്യങ്ങളും ഞാൻ അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുമ്പോ അതാ അള്ളാന്റെ മലക്കോടി കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അതാരാണെങ്കിലും ശരി തന്നെ, ഏത് നാട്ടുകാരാണെങ്കിലും ശരി തന്നെ, അള്ളാന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദെന്ന് നാം വിശേഷിപ്പിച്ച് ആദരിക്കുന്ന വലിയ മഹത്വമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരാണെങ്കിലും ശരി തന്നെ, സാധാരണക്കാരനാണെങ്കിലും ശരി തന്നെ, അള്ളാഹു ഒരു നിമിഷം പോലും പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? നല്ല രീതിയിൽ മരണപ്പെടണം. അതിന് കഴിയൂലേ? തീർച്ചയായിട്ടും ഉറപ്പ് പറയാം. മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും പഠിപ്പിക്കുന്നു, മുത്തായ റസൂൽ കാണിച്ചു തന്ന ഒരു നേർരേഖയുണ്ട്. ആ രേഖയിലൂടെ ജീവിക്കുന്നവർ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിയാണ് മരണപ്പെടുക. അങ്ങനെ എത്രയോ സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും മക്കളും വേർപാടിന്റെ വേദനയോർത്ത് കരയുന്ന സന്ദർഭത്തിലും ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മരണപ്പെട്ട എത്രയോ സംഭവങ്ങൾ ഈ കേരളക്കരയിൽ നമുക്ക് പറയാനുണ്ട്. അള്ളാന്റെ റസൂൽ കാണിച്ചു തന്ന ഈ മാതൃക 1,00,000 പരം വരുന്ന സ്വഹാബത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പായക്കപ്പലുകളിലേറി പ്രയാസങ്ങൾ സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ നേതൃത്വത്തിൽ വന്ന് കപ്പലിറങ്ങി ഈ വിശുദ്ധമായ പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ച് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഈ ഉമ്മത്തിനെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, പള്ളി വെക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ ചെയ്തു കൊടുത്ത്, മദ്രസ ഉണ്ടാക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ ചെയ്തു കൊടുത്ത്, അവരുടെ സ്വത്തുകൾ വിട്ടുകൊടുത്ത്, അവരുടെ സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്ത് നല്ല രീതിയിൽ സൗഹാർദ്ദത്തിൽ ലോകത്ത് പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വന്നുകൊണ്ട് കാണിച്ചു തന്ന മഹിതമായ ഒരു മാതൃക നമ്മുടെ മുമ്പിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ മദ്രസകളിലൂടെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. ആ മാതൃക അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ, ഏത് സഹോദരി ജീവിച്ചാലും, ഏത് പുരുഷൻ ജീവിച്ചാലും, ഏത് കുട്ടി ജീവിച്ചാലും, ഏത് മനുഷ്യൻ ജീവിച്ചാലും അവൻ മരിക്കുന്ന സമയം ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലി അല്ലാഹു അവന് വേണ്ടി ഒരുക്കി വെച്ച സുന്ദരമായ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് ചിരിച്ചുകൊണ്ട് മരണപ്പെടുമെന്ന് കള്ളം പറയാത്ത ലോകത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവേ നല്ല മരണം നീ എനിക്ക് തരണം, നല്ല മരണം നീ എനിക്ക് തരണം. റസൂലുള്ളാഹി പറയുന്ന നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി, ഒരു മനുഷ്യന്റെ ഖബർ ജീവിതത്തോടുകൂടി ആ മനുഷ്യന്റെ ഖിയാമത്ത് ആരംഭിച്ചു എന്നാണ്. സത്യത്തിൽ ഖിയാമത്ത് നാൾ വന്നിട്ടില്ല. ഖിയാമത്ത് നാൾ ഇതാ വരാൻ കിടക്കുന്നു. ലോകം, ഈ ഭൂമി സർവ്വതും നശിച്ച് പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായി പഞ്ഞികൾ പറക്കുന്നത് പോലെ വലിയ വലിയ ഹിമാലയവും അതുപോലെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളും ആൽസ് പർവ്വത നിരകളടക്കം വലിയ വലിയ പർവ്വത നിരകളൊക്കെ പഞ്ഞികൾ ആകാശത്ത് കൂടി പറക്കുന്നത് പോലെ പാറി നടക്കുന്ന ഒരു സമയം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ആകാശം പൊട്ടിക്കീറുന്ന ഒരു സന്ദർഭം വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ ശാസ്ത്രം ഇതാ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ചൂട് കൂടുന്നു, ലോകത്ത് കാലാവസ്ഥ മാറുന്നു, ലോകത്ത് പർവ്വതത്തിന്റെ ആണിക്കല്ലുകളായ, ഭൂമിയുടെ ആണിക്കല്ലുകളായ പർവ്വതങ്ങൾക്ക് ഇളക്കം തട്ടി തുടങ്ങി. ഈ ലോകം ഒരു നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയും ക്രൈംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെയും സ്തുത്യർഹമായ വളരെ സത്യസന്ധമായ പഠനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ നബി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മുൽ ഖുറയുടെ മടിത്തട്ടിലൂടെ മാനവ സ്നേഹത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ
പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വലിയ വലിയ അടയാളങ്ങളാണ് ഇനി വരാനുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണജീവിതം, ആ ഖബർ ജീവിതം തുടങ്ങുന്നത് മുതൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഖിയാമത്ത് ആരംഭിച്ചുവെന്ന് ആരംഭപ്പൂവായ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് മുത്തുനബി പറയുകയാണ്, മൻ ഫാറഖ ദുനിയാ വഹുവ സക്റാൻ ദഖലൽ ഖബ്റ വഹുവ സക്റാൻ. ആര് ഈ ലോകത്ത് ഒരാൾ മസ്ത് പിടിച്ച നിലയിൽ, മദ്യം ഉപയോഗിച്ച് ബോധം കെട്ട നിലയിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾ ഖബറിലും അങ്ങനെ മസ്ത് പിടിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ ബോധം നഷ്ടപ്പെട്ട് വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന നിലയിലായിരിക്കും അവൻ ഖബറിലും ചെന്നെത്തുകയെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നല്ല മരണം. നമ്മൾ ആഗ്രഹിക്കേണ്ട ധർമ്മം എന്താണ്? അല്ലാഹുവേ, നീ എന്നെ ശുദ്ധ പ്രകൃതിയിൽ ലോകത്ത് ജീവിപ്പിച്ചതുപോലെ, നീ എന്നെ ശുദ്ധ പ്രകൃതിയിൽ ഇവിടെ എന്നെ ജനിപ്പിച്ചതുപോലെ, പടച്ചവനെ മരണപ്പെടുന്ന സമയത്ത് സർവ്വ പാപങ്ങളും നീ എനിക്ക് പുറത്തു തന്നുകൊണ്ട്, സർവ്വ ദോഷങ്ങളും നീ എനിക്ക് പുറത്തു തന്നുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് തുറന്നു വീഴുന്ന പരിശുദ്ധത പോലെ അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണേ എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം അവൻ എങ്ങനെ മരിക്കുന്നു അതുപോലെ ആയിരിക്കും അവൻ ഖബറിലേക്ക് പോവുക. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാള് ഹജ്ജിനിടയിൽ, ഹജ്ജ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ, കള്ളം പറയാത്ത റസൂലുള്ള പറയുകയാണ്, ഒരാൾ ഹജ്ജ് ചെയ്യുന്നതിന്റെ ഇടയിൽ, ഉംറ ചെയ്യുന്നതിന്റെ ഇടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു റബ്ബേ എന്ന വിശുദ്ധമായ തൽബിയത്ത് എന്ന കലിമ ആ പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ ഖബറിലേക്ക് കടക്കുകയെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. വുളൂ ചെയ്യുന്ന സമയത്താണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ, നമസ്കരിക്കുന്ന സമയത്താണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, കൈകൾ പ്രകാശിക്കുന്ന നിലയിൽ, മുഖം പ്രകാശിക്കുന്ന നിലയിൽ, ഓരോരുത്തവന്റെ കാലുകൾ പ്രകാശിക്കുന്ന നിലയിലായിരിക്കും അവൻ ഖബറിലേക്ക് കടക്കുകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ? നല്ല നിലയിലുള്ള ഒരു മരണം, നല്ല നിലയിലുള്ള ഒരു മരണം നമ്മൾ ആഗ്രഹിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടാൽ അവൻ ആ ഖബറിലേക്ക് ആ രക്തം ഒഴുക്കിക്കൊണ്ട്, ആ രക്തം ഒഴിച്ചുകൊണ്ട് കസ്തൂരിയുടെ ഗന്ധവുമായിട്ടാണ് ഖബറിലേക്ക് കടന്നു വരിക. എന്തിനാണ് ഇത് പറയുന്നത്? എങ്ങനെ മരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഖബറിലേക്ക് വരിക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കണം. ബാങ്ക് വിളിക്കുന്ന ഒരു സഹോദരൻ, ബാങ്ക് വിളിക്കുന്ന സഹോദരൻ അള്ളാഹുവിന്റെ പള്ളിയിൽ വിശുദ്ധമായ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റെ ശബ്ദം നിസ്കാരത്തിലേക്ക് കടന്നു വരൂ, വിജയത്തിലേക്ക് കടന്നു വരൂ. നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം ശരിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം അവന്റെ സ്വഭാവമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നിസ്കരിക്കുന്ന ഒരാളിൽ നിന്ന് ഫഹിഷാത്തുകൾ, ചീത്ത സംസാരങ്ങൾ, ചീത്ത ചിന്തകൾ, ചീത്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും കടന്നു വരില്ല. അങ്ങനെ നിസ്കരിക്കുന്ന ഒരുത്തനിൽ നിന്ന് അത്തരം ചിന്തകൾ കടന്നു വന്നാൽ അവന്റെ നിസ്കാരം ശരിയല്ല എന്നതിന്റെ തെളിവാണെന്ന് ലോകത്തിന്റെ ആരംഭത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് അങ്ങനെ ആ വിശുദ്ധമായ സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ നിസ്കാരം എന്ന മഹത്തായ ധർമ്മമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ നിസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ, ആ കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന മുഅദ്ദിൻ ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് കടന്നു വരണേ, വിജയത്തിലേക്ക് കടന്നു വരണേ, സമാധാനത്തിലേക്ക് കടന്നു വരണേ എന്ന് വിളിക്കുന്ന മുഅദ്ദിൻ മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിൽ മറ്റുള്ള സഹോദരങ്ങളെക്കാൾ തല ഉയർന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മുഅദ്ദിൻ കടന്നു വരികയെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്നിട്ട് പോലും അല്ലാഹുവേ നിന്റെ ഭവനങ്ങളിൽ ബാങ്ക് വിളിക്കുന്ന ഒരു ജോലി നീ എനിക്ക് തന്നെങ്കിൽ അല്ലാഹ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 40-50 വർഷക്കാലം അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഉടമസ്ഥനായ നാഥനെ
മണ്ണിന്റെ കബറിനകത്ത് തികഞ്ഞ പ്രകാശത്തോടെ, പൂർണ്ണമായ പ്രകാശത്തോടെയാണ് ആ കബറിലേക്ക് അവർ കടക്കുകയും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുതിക്കണ്ടേ അല്ലാഹുവേ നല്ല നിലയിൽ പ്രകാശപൂരിതമായി 6 അടി മണ്ണിൽ ഇരുട്ടുള്ള കബറിലേക്ക് എന്നെ ആ മറമാടിക്കൊണ്ട് എന്റെ ബന്ധുക്കളും സഹോദരങ്ങളും കൂട്ടുകാരും എന്നെ അവിടെ നിന്ന് വിട പറയുമ്പോഴും റബ്ബേ നിന്റെ കൂടെയുണ്ടല്ലോ അല്ലാ, നിന്റെ സ്വർഗത്തിന്റെ പ്രകാശം എന്റെ കബറിലുണ്ടല്ലോ റബ്ബേ, നിന്റെ ഹബീബിന്റെ സാന്നിധ്യം എന്റെ കബറിലുണ്ടല്ലോ അല്ലാ, നിനക്ക് വേണ്ടി ജീവിച്ചു മരിച്ച നിന്റെ ഔലിയാക്കളുടെ സാന്നിധ്യം എന്റെ കബറിലുണ്ടല്ലോ റബ്ബേ, അങ്ങനെയുള്ള ഒരു മരണം നീ എനിക്ക് തരണേ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ നാം ആഗ്രഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യൗമ തബിയല്ലു വുജൂഹും യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹും. ആ ദിവസം മരണപ്പെട്ട് കബറിലേക്ക് പോകുന്ന ദിവസം, ആ പരലോക യാത്രയുടെ തുടക്ക ദിവസം, ചില മുഖങ്ങൾ പ്രകാശപൂരിതമാകും, ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോകും. രാത്രി അർദ്ധരാത്രി ഇരുട്ടുമുട്ടിയ രാത്രിയുടെ കറുപ്പിനേക്കാൾ ശക്തമായ നിലയിൽ ആ മുഖം കറുത്തു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഫഅമ്മല്ലദീന സ്വദ്ദതു വുജൂഹും അകഫർതും ബഅദ ഈമാനികും. അങ്ങനെ മുഖം കറുത്തു പോകാൻ ഒരു കാരണമുണ്ടെന്നും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അവർക്ക് ഒരുപാട് വിശ്വസിക്കേണ്ട സന്ദർഭങ്ങൾ വന്നു, ഒരുപാട് വഅദുകൾ അവർ കേട്ടു, ഒരുപാട് ഉപദേശങ്ങൾ അവർ ശ്രമിച്ചു, സത്യസന്ധമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അല്ലാഹു കൊടുത്തു. എന്നിട്ടും ആ നന്മകൾ കിട്ടിയിട്ടും വീണ്ടും തെറ്റിന്റെ പിന്നാലെ പോയവരാണ്. വീണ്ടും തെറ്റിനെ ആഗ്രഹിച്ചുകൊണ്ട് ആ തെറ്റിന്റെ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി പോയവരാണ്. മുഖം കറുത്തവരെന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ആ അല്ലാഹുവിന്റെ അദാബിനെ, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അല്ലാഹു ഇങ്ങനെ ആ സഹോദരനോട് വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, അതേ സമയത്ത് വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറത്തുൻ ലാഹിഖത്തുൻ മുസ്തബ്ശിറത്തുൻ വവുജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. പ്രസന്നവും ചിരിക്കുന്നതും സന്തോഷം കൊള്ളുന്ന നിലയിൽ ചില മുഖങ്ങൾ ആ ദിവസങ്ങളിൽ കടന്നു വരും. യാതൊരുവിധ പ്രയാസവും ദുഃഖവുമില്ലാതെ പൂർണ്ണചന്ദ്രൻ പ്രശോഭിക്കുന്നത് പോലെ ചിരിച്ച മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ കബറിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ ആ വിഭാഗത്തിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ? അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാം ആഗ്രഹിക്കേണ്ട, കൊതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന്, അല്ലാഹുവേ എന്റെ മരണം നീ നന്നാക്കി താ, എന്റെ ആഖിബത്ത് നല്ല നിലയിൽ ചിരിച്ചുകൊണ്ട് മരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ നമുക്കതിന് സാധിക്കും. അല്ലാഹുവിന്റെ റസൂല് എത്രയോ സംഭവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്, എത്രയോ സംഭവങ്ങൾ. അതുപോലെ തന്നെ അത് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്താൽ യാതൊരു സംശയവുമില്ല, അവൻ എവിടെയായിരുന്നാലും ഏത് നാട്ടിൽ ഞാൻ മരണപ്പെടുന്നതെങ്കിലും ആ മരണത്തെ അവൻ പേടിക്കില്ല. യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണം മരണത്തെ പേടിയില്ല. പക്ഷെ മരണത്തെ പേടിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരണത്തെ പേടിയുള്ള ഒരു വിഭാഗമുണ്ട്. നമ്മൾ എപ്പോഴും റബ്ബിനോട് കാവൽ ചോദിക്കണം. നമ്മൾ ഒരിക്കലും മരണത്തെ പേടിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞു, മരണത്തെ ആഗ്രഹിക്കുകയും ചെയ്യരുത്, പക്ഷെ മരണത്തെ ഓർക്കണം. ഞാൻ ഒരു നാൾ മരിക്കുമല്ലോ. എന്റെ ഈ സൗന്ദര്യം ഒരു നാള് മണ്ണോട് ചേരേണ്ട ഒരു ദിവസമുണ്ടല്ലോ. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ വിട്ടേച്ചു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ സന്താനങ്ങളോട് സലാം പറഞ്ഞു പോകുന്ന, എന്റെ ശരീരത്തോട് ചേർന്ന് ദിവസങ്ങളോളം കഴിഞ്ഞ എന്റെ പ്രിയതമയെ വിട്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ പൊന്നാര വാപ്പയെ വിട്ടുപോകുന്ന, എന്റെ പൊന്നാര ഉമ്മയെ വിട്ടുപോകുന്ന, എന്റെ സ്നേഹനിധിയായ കൂട്ടുകാരെ വിട്ടുപോകുന്ന ഒരു ദിവസം എനിക്കുണ്ടല്ലോ എന്ന് മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. മരണത്തെ കൊതിക്കാൻ പാടില്ല. ഞാൻ മരിച്ചെങ്കിൽ എന്ന് കൊതിക്കാൻ പാടില്ല, പക്ഷെ മരണത്തെ ഓർക്കണം. നല്ല മരണത്തെ നാം ആഗ്രഹിക്കണം. അത് ധർമ്മങ്ങളിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നലെ ഞാൻ പറയുകയുണ്ടായി നമ്മൾ ആഗ്രഹിക്കേണ്ട മറ്റൊരു ധർമ്മം, കടുത്ത ദാരിദ്ര്യങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. യാചിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന കടുത്ത ദാരിദ്ര്യങ്ങളിലേക്ക് ഒരിക്കലും നീ എന്നെ പെടുത്തല്ലേ അല്ലാഹ്. എന്റെ കുടുംബത്തെ നീ പെടുത്തല്ലേ അല്ലാഹ്, എന്റെ മക്കളെ നീ പെടുത്തല്ലേ അല്ലാഹ് എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തു. കാരണം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ആഗ്രഹിക്കേണ്ട മറ്റൊരു ധർമ്മം, ഒരിക്കലും കടുത്ത ദാരിദ്ര്യം നമുക്ക് വരാൻ പാടില്ല. ആ ദാരിദ്ര്യം അവനെ കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക്, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിലേക്ക്, പ്രവാചകനെ ധിക്കരിക്കുന്നതിലേക്ക്, ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ കുറ്റപ്പെടുത്തുന്നതിലേക്ക്, കളിയാക്കുന്നതിലേക്ക് ആ ദാരിദ്ര്യം അവനെ കൊണ്ടുപോകും. മോഷണമെന്ന വൃത്തികെട്ട പ്രവൃത്തി ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും. അത്തരം കടുത്ത ദാരിദ്ര്യങ്ങളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരരുതേ. അല്ലാഹുവേ നീ തരരുതേ, എനിക്കോ എന്റെ മക്കൾക്കോ തരരുതേ എന്ന് നാം കൊതിക്കണമെന്ന് ശരീഅനാ റസൂലുള്ളാഹി. എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരൻ വന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ആർക്കൊക്കെയാണ് യാചിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുത്തത്? ഒരിക്കലും നമ്മൾ യാചിക്കാൻ പാടില്ല, കൈനീട്ടാൻ പാടില്ല. പക്ഷെ ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് കൈനീട്ടി വന്നാൽ, അത് മുസ്ലിമാകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമില്ലെന്ന് പറയുന്നവരാകട്ടെ, ദൈവത്തെ കളിയാക്കുന്നവരാകട്ടെ, ദൈവമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നവരാകട്ടെ, ആര് തന്നെയായിരുന്നാലും അവൻ ആവശ്യക്കാരനായിക്കൊണ്ട് കൈനീട്ടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും അവന് വെറുതെ നീ വിടരുത്. അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിന്റെ കയ്യിലുള്ള നിനക്ക് കഴിയുന്ന രീതിയിൽ അവന് സ്വതക്ക കൊടുത്ത്, അതിന് കഴിവില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും അവനെ നീ യാത്രയാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് നബിതങ്ങൾ പറഞ്ഞു, അതാണ് എന്റെ ശരിയായ ഉമ്മത്ത്, അതിയാണ് എന്റെ ശരിയായ അനുയായി, അവനാണ് എന്റെ ശരിയായ ഇഷ്ടക്കാരനെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അൻസാരികളിൽപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിതങ്ങളോട് യാചിച്ചു, യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ നബിതങ്ങൾ കൊടുക്കുമെന്നറിയാം. മുത്തുനബിയുടെ കയ്യിലില്ലെങ്കിൽ കടം വാങ്ങിയെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന സ്വഭാവം ആദരവായ മുത്തായ നബിതങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ആ അൻസാരിയായ സഹോദരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ് നബിയേ, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ് നബിയേ, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിന്റെ വീട്ടിൽ എന്താണുള്ളത്? നിന്റെ വീട്ടിൽ എനിക്ക് കൊണ്ടുവന്ന് തരാൻ എന്താണുള്ളത്? ആ സഹോദരൻ പറഞ്ഞു, എന്റെ വീട്ടിൽ നിങ്ങൾ പുതയ്ക്കാനും വിരിക്കാനും കിടക്കുന്ന ഉപയോഗിക്കുന്ന ഒരു പുതപ്പുണ്ട്, പിന്നെ ഒരു പാത്രവുമുണ്ട്. രണ്ടുമല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല. എന്റെ മക്കള് പട്ടിണിയിലാണ്, എന്റെ ഭാര്യ പട്ടിണിയിലാണ്. അഭിമാനം കൊണ്ട് മറ്റൊരാളോട് പോലും പറയാൻ കഴിയാതെ കടുത്ത ദാരിദ്ര്യത്തിൽ ഞാൻ കഷ്ടപ്പെടുന്നു നബിയേ, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോ ആദരമായ നബിതങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിലെ പുതപ്പും നിന്റെ വീട്ടിലെ പാത്രവും നീ ഒന്ന് എനിക്ക് എടുത്തുകൊണ്ടു തരൂ. ആ സഹോദരൻ പോയി. ഞാൻ വെറുതെ പറയുന്നതല്ല, സ്വഹീഹായ ഹദീസിലുള്ള സംഭവം. ഏതെങ്കിലും ചരിത്ര ഏടുകളിൽ നിന്ന് പരിഭാഷ നോക്കി വായിച്ച് പറയുന്നതല്ല എന്റെ പ്രിയപ്പെട്ടവരെ. സ്വഹീഹായ ഹദീസിലെ സംഭവം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന വിശുദ്ധമായ ഹദീസിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓടിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ, ഹബീബായ നബിതങ്ങളുടെ അടുക്കൽ വീട്ടിൽ നിന്നും പുതപ്പുമായി, വീട്ടിൽ നിന്നും പാത്രവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഏൽപ്പിച്ചു ആ സഹോദരൻ. അന്നേരം നബിതങ്ങൾ ആ സദസ്സിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി, ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പഴയ പാത്രവും ഒരു പുതപ്പുമുണ്ട്. ആരാണ് എന്റെ കയ്യിൽ നിന്നത്? ആരാണ് എന്റെ കയ്യിൽ നിന്ന് ഇത് വിലക്ക് വാങ്ങുക? ആരാണ് ഇത് വിലക്ക് വാങ്ങുക? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉയർത്തി കാണിച്ച് ചോദിച്ചപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ഒരു ദിർഹമിന് ഞാൻ എടുത്തുകൊള്ളാം നബിയേ. ഒരു ദിർഹമെന്നാൽ ഇന്നത്തെ ഒരു ദിർഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളം ജീവിക്കാൻ വകയുള്ള
എത്രയാണ് അന്നത്തെ ഒരു ദിർഹം? നമുക്കറിയാമല്ലോ, ഒരു ദിർഹമിന് ഞാൻ എടുത്തുകൊള്ളാം. അള്ളാന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഇതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക്, ഇതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് ആരാണ് ഇതിനെ എടുക്കുക? ഉണ്ടോ? ഇതാണ് ലേലം വിളിക്കാനുള്ള ഒരു തെളിവായിട്ടാണ് മഹാന്മാർ ഇത് പറയുന്നത്. പള്ളികളിൽ പഴയ കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മുൻഗാമികളായ ഉസ്താദന്മാർ ചെയ്തു വന്ന ഒരു പാരമ്പര്യമാണ് ലേലം. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ഇന്ന് കളിയാക്കും, എന്തിനാ ലേലം വിളിക്കുന്നത്, എന്തിനാ ലേലം വിളിക്കുന്നത്? അള്ളാന്റെ ദീനിൽ കൊണ്ടുവന്ന മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാന തെളിവുണ്ടാവും. പക്ഷെ അതൊന്നും പറയാനും, അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്താനും, അതിനുവേണ്ടി സംവാദങ്ങൾ നടത്താനും, അതിനുവേണ്ടി ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങൾ നടത്താനും അവർ തയ്യാറല്ല. കാരണം അവർ പേടിക്കുന്നു. തന്റെ സഹോദരനുമായി ശത്രുതയുണ്ടായാൽ ആ ശത്രുത മതി നാളെ മോശമായി മരണപ്പെടാൻ. തന്റെ സഹോദരനെ കുറിച്ച് മാറി നിന്ന് ദൂഷ്യം പറഞ്ഞ് ഇന്നലെ വരെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇന്ന് മാറി നിന്ന് ദൂഷ്യം പറയുമ്പോ ആ ഒറ്റ കാരണം മതി മോശമായി മരണപ്പെടാൻ എന്ന് ഭയന്നത് കൊണ്ടാണ് മുൻഗാമികൾ ഇത്തരം കാര്യങ്ങളെ കവലകളിൽ വെച്ച് കച്ചകെട്ടി പറഞ്ഞുകൊണ്ട് ഇതൊന്നും പെരുമ്പറ കെട്ടി പറയാതിരുന്നത്. അവരെല്ലാം അവരുടെ കർമ്മങ്ങളിലൂടെ അവർ ജീവിതത്തിൽ ചെയ്തു കാണിച്ചവരാണ്. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, നമസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹുകൾ, വിശുദ്ധമായ സ്വലാത്തുകൾ, അതുപോലെ തന്നെ പാവങ്ങളെ സന്ദർശിക്കൽ, പാവങ്ങളെ ശുശ്രൂഷിക്കൽ, ഇസ്ലാമിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാതൃകകളുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും വിശുദ്ധ സ്വഹാബത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ മഹനീയമായ ധർമ്മങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഈ ലേലം വിളി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി ആര് ഇതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് ആരെടുക്കും? അപ്പൊ മറ്റൊരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, 2 ദിർഹമിന് ഞാൻ ഇത് എടുത്തുകൊള്ളാം നബിയെ, 2 ദിർഹമിന് ഞാൻ ഇത് എടുത്തുകൊള്ളാം നബിയെ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനിൽ നിന്ന് 2 ദിർഹം വാങ്ങി ഈ പാവപ്പെട്ട സഹോദരന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 1 ദിർഹം കൊടുത്ത് നിന്റെ വീട്ടിൽ ആവശ്യമായ 15 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. ആ 1 ദിർഹമിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നിന്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് 1 ദിർഹമിന് നീ ഒരു കോടാലി വാങ്ങി എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. നോക്കണം ലോകത്തിന്റെ ഗുരുവര്യ, നമ്മുടെ നേതാവ്, നമ്മുടെ നായകൻ, നമുക്ക് നന്മ പഠിപ്പിക്കാൻ കടന്നു വന്ന, നമുക്ക് ദീൻ പഠിപ്പിക്കാൻ കടന്നു വന്ന, നമുക്ക് നല്ല മരണം കാഴ്ചവെക്കാൻ പഠിപ്പിക്കാൻ കടന്നു വന്ന, ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് മരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, നീ ഒരു കോടാലിയും വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ ആ സഹോദരൻ നബിതങ്ങൾ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ 1 ദിർഹമിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി തന്റെ വീട്ടിൽ കൊടുത്തിട്ട് 15 ദിവസം ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് 1 ദിർഹമിന് കോടാലിയും വാങ്ങി ആദരവായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് മുത്തായ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ആദരവായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ ഹബീബായ അള്ളാഹുവിന്റെ പൊന്നാര റസൂലുള്ള ആ കോടാലിക്ക് നല്ലൊരു ഉറയിട്ട് കൊടുത്തുകൊണ്ട്, നല്ലൊരു പിടിയിട്ട് കൊടുത്തുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നീ പോകണം, നീ ഇന്ന സ്ഥലത്ത് പോയി വിറക് വെട്ടി, വിറക് ശേഖരിച്ച് വിറക് വെട്ടി, നീ ആവശ്യമായ നിലയിൽ 15 ദിവസത്തേക്ക് നിന്നെ ഇനി കണ്ടുപോകരുത്. വിറക് വെട്ടിക്കൊണ്ട് അതുകൊണ്ടുപോയി വിറ്റ് ആവശ്യമായ ധനസമ്പാദനവുമായിട്ട് പൈസ സമ്പാദിച്ചുകൊണ്ടായിരിക്കണം എന്റെ അടുക്കിലേക്ക് കടന്നു വരേണ്ടതെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി ആ സഹോദരനോട് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ സഹോദരൻ പോയി കാട്ടിൽ പോയി വിറക് വെട്ടി അദ്ദേഹം 15 ദിവസം കൊണ്ട് 10 ദിർഹം സമ്പാദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസ് പറയുകയാണ്, 10 ദിർഹം അദ്ദേഹം സമ്പാദിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞതുപോലെ 15 ദിവസം കടന്ന് 15 ദിവസം കഴിഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ നബിയോട്